സംഭവം സൂപ്പറാ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ. അതെ, ഒരു അടിപൊളി ബീഫിന്റെ ബോട്ടി ഫ്രൈ. നമുക്കേ എന്തായാലും അതൊന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ നമ്മളേ ബോട്ടിക്കകത്ത് കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് വറ്റി വരുമ്പോഴേ അതൊക്കെ പൊടിച്ചിട്ടിട്ടും നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടും ഒരു ഒരു കുഞ്ഞായിട്ടോ. എന്തായാലും നമുക്കേ അതൊന്ന് കണ്ടു നോക്കാം. അപ്പേ നമ്മുടെ ഈ ബോട്ടി നല്ല തിളച്ച വെള്ളത്തിലേ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് കഴുകിയെടുത്താണ്ടല്ലോ നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പം അങ്ങനെ കഴുകുമ്പം ബോട്ടി ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിടക്കും കേട്ടോ. വേറെ വേറെ ആയിട്ട് കിടക്കും. നല്ല തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയെടുത്താൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. അപ്പം ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, അപ്പോൾ മല്ലി മുളകും കുറച്ച് കാശ്മീരി മുളകും കൂടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതാണ്. അപ്പം അതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ബോട്ടിന്റെ കുറച്ച് പച്ചമണൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പൊതിനയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇതിനകത്ത് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം ഈ കുക്കറിൽ നിന്ന് വറ്റിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പം കുറച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ള മസാലകൾ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പട്ടയും കുറച്ച് ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മീറ്റ് മസാല കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാ മതി. കുറച്ച് ഉള്ളിയും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് വഴറ്റാൻ എടുക്കാനുള്ളതാ കേട്ടോ. നമുക്കിതേ ഒന്ന് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചിട്ടേ ഒരു 6-7 വിസിൽ അങ്ങ് അടിച്ചോട്ടെ. എന്നാലും നല്ല വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ ബോട്ടി ഇല്ലെങ്കിലേ ബുമർ പോലെ ഇരിക്കും. നമുക്കേ ഒരു 6-7 വിസിൽ അടിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ഒന്ന് നല്ലപോലെ വറ്റിച്ചിങ്ങെടുക്കാം. ഓക്കെ. മെയിൻ സാധനം മറന്നുപോയി, കുരുമുളക് പൊടി. അപ്പം അത് കൂടി നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറങ്ങ് അടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിലേക്ക് ഒന്ന് വഴറ്റിയും എടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഈ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് ചെറുള്ളിയും കുറച്ച് വെല്ലുള്ളിയും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കൂടി ഇന്ന് ഇതിനകത്തേക്ക് ഇട്ടിട്ടേ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. കുക്കറേ വിസിലൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. കുക്കറിൽ വെച്ചിട്ട് തന്നെ പരമാവധി നമുക്ക് ഈ ബോട്ടി പരമാവധി വറ്റിച്ചിട്ട് വേണം നമുക്ക് വഴറ്റി വെച്ച ഉള്ളിലോട്ട് ഇടാൻ. അപ്പം ഉള്ളി ബോട്ടിയായിട്ട് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൊ അങ്ങനെ ചെയ്യുന്നേ. വറുത്ത് വെച്ച തേങ്ങക്കകത്തുനിന്നേ കുറച്ച് തേങ്ങ എടുത്തിട്ട് നമുക്ക് കുറച്ചൊന്ന് അരച്ചിട്ടേ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആ മസാലപ്പൊടിന്റെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. പിന്നെ ചെറിയൊരു ഗ്രേവിന്റെ തിക്കും കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ. കുറച്ച് മതി, ഒരു കുറച്ച് എടുത്തിട്ട് നമുക്ക് അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്നൊരു വറ്റിച്ചെടുക്കാം. ഓക്കെ. വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വഴറ്റി വെച്ച ഉള്ളിക്കകത്തോട്ടേ നമുക്കിത് മാറ്റി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് പെരിഞ്ജീരകവും 2 തണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങ നല്ലോണം പൊടിച്ചിട്ടേ നമുക്ക് ഇതിനകത്ത് കൂടെ ഒന്നിട്ടിട്ട് നല്ലപോലെ ഇളക്കി വരട്ടി ഒന്നും എടുക്കാം കേട്ടോ.
ഇത് നല്ല ഫ്രൈ ആയി വരുമ്പോഴേ ഒരു 2-3 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നമുക്ക് ഒന്നോടെ ഒന്ന് ഇളക്കി വരട്ടി അങ്ങ് എടുക്കാം. അപ്പൊ നമ്മുടെ ബോട്ടി ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് നോക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.